this video, we are going to discuss about e-business. E-business or electronic business is the sharing of business information, maintaining business relationship, and conducting business transactions by means of the ICT application. ICTയുടെ സാധ്യതകളിൽ ഒന്നാണ് e-business. ICT application is one of the ICT application. So, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ ബിസിനസ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനും ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനുമെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് e-business അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബിസിനസ്. സോ ഇലക്ട്രോണിക് ബിസിനസ് ഇസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് പ്രോസസ്സസ് ഓൺ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ IT ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു. IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് e-business. സോ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ ബിസിനസ് സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് e-business. സോ e-businessൽ തന്നെ പരിചയപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടൊരു ടേമാണ് ഇ-കൊമേഴ്സ്. എന്താണ് ഇ-കൊമേഴ്സും e-businessും തമ്മിലുള്ള വ്യത്യാസം? E-commerce covers business transactions that involve exchange of money. Whereas e-business includes all aspects of running a business, such as marketing, obtaining raw materials or goods, customer education, looking for suppliers, etc. E-business എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ്സിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട്. മാർക്കറ്റിംഗ്, റോ മെറ്റീരിയൽ കളക്ഷൻ, കസ്റ്റമർ എഡ്യൂക്കേഷൻ, ലുക്കിംഗ് ഫോർ സപ്ലയേഴ്സ്, ഇങ്ങനെ ഒരു ബിസിനസ്സിൽ വേണ്ട എല്ലാ സാധ്യതകളും ഈ ബിസിനസ്സിലുണ്ടെങ്കിൽ e-കൊമേഴ്സിൽ അതിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. സോ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗൂഡ്സ് ഓൺലി, അതുമാത്രമാണ് e-കൊമേഴ്സ്. ദാറ്റ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് മണി. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ് e-കൊമേഴ്സ്. സോ e-business is an extension of e-commerce. Electronic Payment System or EPS. A system of financial exchange between buyers and sellers in an online environment is called an electronic payment system. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ബിസിനസ് നടത്തുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ആവശ്യങ്ങൾ വരുന്നത്. നമ്മൾ ബൈ ചെയ്യും അതേപോലെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ഓൺലൈൻ എൻവയോൺമെൻറ്റ് സിസ്റ്റം ആവശ്യമാണ്. അങ്ങനെയുള്ള ഓൺലൈൻ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഓർ EPS എന്ന് പറയുന്നത്. So it is a system of financial exchange between buyers and sellers in an online environment. So EPS plays an important role in e-business. So e-business നടപ്പിലാക്കണമെങ്കിൽ അവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ എക്സ്ചേഞ്ച് ഓഫ് മണി നടക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാഷ് ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റാണ്, ആ ഓൺലൈൻ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ബാങ്കിങ്. സോ പേ ചെയ്യുന്നുണ്ടെങ്കിൽ മണി ട്രാൻസാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ബാങ്കിൻ്റെ ആവശ്യം വേണം. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. E-banking or electronic banking is defined as the automated delivery of banking services directly to customers through electronic channel. നമുക്കറിയാം, നമ്മൾ ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. എന്നാൽ ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ബാങ്കിങ് സർവീസസ് ഓൺലൈനായിട്ടാണ് നമ്മൾ നടത്തുന്നത്. സോ ദ ഡെലിവറി ഓഫ് ദ ബാങ്കിങ് സർവീസസ് ഇസ് ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ് ത്രൂ ഇലക്ട്രോണിക് ചാനൽ. ഇങ്ങനെ ഓൺലൈനായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസിന് ബാങ്കിങ് സർവീസസിനെയാണ്, ബാങ്കിൻ്റെ എല്ലാ സർവീസസും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. സോ ഇങ്ങനെയുള്ള ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. ഫെസിലിറ്റീസ് സച്ച് ആസ് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, internet banking, core banking, etc. helps in transforming traditional banking into e-banking. ട്രഡീഷണൽ ബാങ്കിങ്ങിനെ ബാങ്കിങ്ങിലേക്ക് മാറ്റാനുള്ള സാഹചര്യങ്ങൾ വന്നത് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് വന്നതിന് ശേഷമാണ് നമ്മൾ ബാങ്കിങ് എന്ന സാധ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ബാങ്കിങ് എന്ന ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരാൻ തുടങ്ങിയത്. അഡ്വാൻറ്റേജസ് ഓഫ് e-business. എന്തൊക്കെയാണ് e-businessൻ്റെ അഡ്വാൻറ്റേജസ്? It overcomes geographical limitations.
നമുക്കൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ജോഗ്രഫി ഒരു നമുക്കിപ്പോൾ എവിടുന്ന് വേണമെങ്കിലും അറ്റ് എനി ടൈം അറ്റ് എനി വേർ വി ക്യാൻ ബൈ എനിത്തിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു സാധനം പർച്ചേസ് ചെയ്യാനും നമുക്ക് ഒരു ഏരിയ ലിമിറ്റ് ഇല്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ, ബിസിനസ് റെഡ്യൂസസ് ദ ഓപ്പറേഷണൽ കോസ്റ്റ്. ഇപ്പോൾ നമുക്കൊരു ഓപ്പറേഷണൽ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഷോപ്പ് സ്ഥലം കണ്ടെത്തി ഒരു ഷോപ്പ് ഉണ്ടാക്കി നമുക്ക് സാധനങ്ങൾ വിൽക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് നമുക്ക് ഓപ്പറേഷൻ കോസ്റ്റേ വരുന്നില്ല. സോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം, വിൽക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വേറൊരു അഡ്വാൻറ്റേജ്. ഇറ്റ് മിനിമൈസസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. നമുക്ക് ട്രാവൽ ചെയ്ത് പോയി സാധനം വാങ്ങേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് മിനിമൈസസ് ഇസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ദ ടൈം. സോ 24/7 ടൈം വർക്ക് ചെയ്യുന്ന ഓൺലൈൻ പർച്ചേസാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ദ ടൈം. We can locate the product quicker from a wide range of choices. ഇപ്പോൾ ഒരുപാട് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം എന്നതാണ് അതിൻ്റെ വേറൊരു ബെനിഫിറ്റ്. ഇപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൈസ് റേഞ്ചിനനുസരിച്ച് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും നമുക്ക് പറ്റും. ഇതൊക്കെയാണ് ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ചലഞ്ചസ് ടു ബിസിനസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ചലഞ്ചസ്? ബിസിനസ് നേടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് ഓൺലൈൻ ബിസിനസ്. ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഇലക്ട്രോണിക് ഇല്ലിറ്ററസി ഇല്ലാത്ത ആൾക്കാരുണ്ട്. എങ്ങനെ ഓൺലൈൻ ബിസിനസ് നടത്തും, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇതിനൊരു ഭീഷണിയാണ്, വെല്ലുവിളിയാണ്. രണ്ടാമത്തേത്, most of the customers do not possess credit card, debit card and net banking system which is necessary for e-business. ബിസിനസ് നടത്തണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തണം. സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അതേപോലെ നെറ്റ് ബാങ്കിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ബിസിനസ് നടത്താൻ സാധ്യമല്ല. കസ്റ്റമേഴ്സ് ഡു നോട്ട് ഹാവ് ടച്ച് ആൻഡ് ഫീൽ അഡ്വാൻറ്റേജ്. നമ്മളൊരു സാധനം തൊട്ട് കണ്ട് വാങ്ങുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ നഷ്ടപ്പെടും. നമ്മൾ കണ്ടിട്ടേ വാങ്ങുന്നുള്ളൂ. അത് ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ, ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അത് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കി വാങ്ങാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇത് മാത്രമേ ഇവിടെയുള്ളൂ. അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. If not used with caution, customers may lose valuable information like their credit card number, password, etc. ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, പാസ്വേഡ് എന്നുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള ചലഞ്ചസാണ് ബിസിനസ് എന്നുള്ളത്. യൂസ്ഫുൾ ബിസിനസ് വെബ്സൈറ്റ്. ഒരുപാട് ബിസിനസ് വെബ്സൈറ്റ്സ് നിലവിലുണ്ട്. അതിൽ ചിലതാണ് www.irctc.co.in. സോ ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റാണ് IRCTC. ebay.in, amazon.com, bookmyshow.com ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ ചില വെബ്സൈറ്റ്സ് മാത്രമേ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ബുക്ക് മൈ ഷോ എന്നൊക്കെ പറഞ്ഞാൽ മൂവി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനൊക്കെയാണ്. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് മൂവി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനുള്ള സൈറ്റാണ് ബുക്ക് മൈ ഷോ. ഓക്കെ.